ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മൾ ഇവരുടെ കെണികളിൽ ചെന്ന് വീഴരുത്. അതെ, നമുക്ക് മരണം വരെ പ്രണയിച്ച് പ്രണയിച്ച് ജീവിക്കാം. അത് കൃത്യമായിട്ട് അറിയാം. ഡിഫറൻസ് ഉണ്ട്. ഇത് ഒപ്പിച്ചവര് ഋതികയോടൊപ്പ് കൃത്യമായിട്ട് കോപ്പി ചെയ്തു. പക്ഷേ എന്റേത് മാത്രം ഒത്തില്ല. അല്ല, എന്തിനാ എല്ലാവരും എന്നെ നോക്കുന്നേ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നീ എങ്ങനെ പോവാൻ വരട്ടെ, അവിടെ നിക്ക്. കഥയുടെ ക്ലൈമാക്സ് ആയിട്ട് പോവാം. അവിടെ നിക്ക്. അച്ഛാ, ആ പേപ്പറും തന്നെ. ഈ പരിപാടി ഇവൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. എന്നെ രാജുവിനെ തമ്മിൽ എങ്ങനെ അകറ്റാനും അച്ഛനെ കൊണ്ട് എന്നെ വഴക്ക് കേൾപ്പിക്കാനുള്ള വെറും ചീപ്പ് ഐഡിയ ഇവന്റെ. അതൊന്നും ഇനി വർക്കൗട്ട് ആവില്ല. അപ്പോ നീ ആയിരുന്നല്ലേ ഇതിന്റെ പിന്നിൽ? ഞാനല്ല വലിയ മാവ. എത്ര കിട്ടിയാലും പഠിക്കാത്ത നാശം പിടിച്ചവൻ. രാജു, വാ നമുക്ക് റൂമിലേക്ക് പോവാം. അല്ല, നിങ്ങൾ തമ്മിൽ എന്തോ പിണക്കൊണ്ടെന്നറിഞ്ഞു. അച്ഛനല്ലേ പറഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കം അവരവരെ തന്നെ തീർക്കണമെന്ന്. ഞങ്ങള് തമ്മില് ഉള്ളി പൊളിക്കും പോലത്തെ പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാറി. ഋതുമോളെ പതുക്കെ. എന്റെ ശരീരം വേദനിക്കുന്നു. ഋതുമോളോ? പ്രതാപേട്ടാ, ശേഖരേട്ടാ, രാജുവിന്റെ മേഡം വിളി മാറി. ഋതുമോളേന്ന്. എന്നാ രാജുവിന്റെ ഋതുമോളും ചെല്ല്. പെയിനുണ്ടോ രാജു? പെയിൻ നന്നായിട്ടുണ്ട്. പക്ഷേ ഒരു മധുരവേദനയാ. മധുരവേദനയോ? മധുരനാരങ്ങ മാതളനാരങ്ങ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ മധുരവേദന ആദ്യമായിട്ട് കേൾക്കുക. അതെന്ത് പഴ?
പഴമല്ല. അതായത് ഈ പ്രണയ നൊമ്പരം എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ? അതൊക്കെ തന്നെ. അത് ശരി. രാജു ഇപ്പോ ശരിക്കും ഒരു കാമുകനായി. എന്റെ ഉള്ളില് എന്നൊരു കാമുകനുണ്ടായിരുന്നു. പക്ഷേ ഈ ബോഡി ഗാർഡ് പ്രണയിക്കാൻ പാടില്ല എന്നൊരു ധാരണ മനസ്സിൽ ഉറപ്പിച്ചിരുന്നുണ്ട്. ആ കാമുകനെ ഞാൻ പുറത്തു വിട്ടില്ല. രാജു, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? ഏത് കാര്യവും എന്നോട് ചോദിക്കാം എന്റെ ഋതുമോക്ക്. രാജു എന്തുകൊണ്ടാ ആ ഡിവോഴ്സ് പേപ്പറില് സൈൻ തെറ്റിച്ചിട്ടെ? പറയ് രാജു. എനിക്ക് എന്റെ ഋതുവിനെ മറന്ന് ജീവിക്കാനോ ഉപേക്ഷിച്ച് ഓടിപ്പോവാനോ പറ്റില്ല. കാരണം ഋതു എന്റെ ജീവനാ. എന്റെ ഋതുമോളെ മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം. രാജു, രാജു, എന്റേത് മാത്രം. നമ്മൾ രണ്ടുപേരും കൂടി ഒരാളാ. ഒരേ മനസ്സാ നമുക്ക്. ഇനി നമ്മൾ പിണങ്ങരുത് രാജു. പിണങ്ങുന്നത് ഇണങ്ങാനായിരിക്കണം. അതെ, ഇണക്കത്തിനുള്ള മധുരം കൂട്ടാനുള്ള പിണക്കം. രാജു, നമ്മളെ തമ്മിൽ അകറ്റാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. ആരായിരിക്കും ഇതിന്റെ പിന്നില്? അതിലിപ്പോ ആലോചിക്കാൻ എന്താ ഉള്ളത്? ആ അംബികയും മകനും തന്നെ, അല്ലാതെ ഋതുവിനോട് എനിക്കൊന്നേ പറയാനുള്ളൂ. ഇനിയെങ്കിലും നമ്മൾ ഇവരുടെ കെണികളിൽ ചെന്ന് വീഴരുത്. അതെ, നമുക്ക് മരണം വരെ പ്രണയിച്ച് ജീവിക്കാം.